പ്രവാചകനെ പ്രവാചകനായി നിയോഗിച്ചതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, മഹനീയമായ മാന്യമായ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത്. ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വ അഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനുകും അഖ്ലാഖാ. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും എനിക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളെ ആയിരിക്കുമെന്നാണ്. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും അനിവാര്യമായത് നമ്മുടെ സ്വഭാവമാണ്. കാരണം നാം ഒന്ന് പുഞ്ചിരിക്കാതിരുന്നാൽ പോലും അത് മറ്റൊരാളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കാനും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുവാനും കാരണമായി തീരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് പറയണം. സലാം പറഞ്ഞാൽ സലാം മടക്കൽ വാജിബാണ്. നിങ്ങൾ സലാം പറഞ്ഞ് മടക്കാതെ പോയാൽ ആ മനുഷ്യന്റെ മനസ്സിൽ വേദനയായി. ഞാൻ സലാം പറഞ്ഞിട്ട് എന്താണ് മടക്കാത്തത്? അത് വാട്സപ്പിലൂടെയുള്ള ഒരു മെസ്സേജ് ആണെങ്കിലും ശരി, അയാളുടെ മനസ്സിൽ തെറ്റായ ചിന്തയില്ലാതിരിക്കാൻ സലാം മടക്കുക. കണ്ടുമുട്ടിയാൽ പുഞ്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പുഞ്ചിരിച്ച മുഖത്തോടുകൂടി നിന്റെ സഹോദരനെ നീ നോക്കുന്നത് പോലും സദഖയാണ്, ധർമ്മമാണത്.